Chapter 12 Organic Chemistry Some Basic Principle. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ IUPAC നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഐസോമറിസം എന്നുള്ള ഫിനോമിന വരുന്നുണ്ട്. പിന്നെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. യൂണിറ്റ് 12 ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. ഓർഗാനിക് കെമിസ്ട്രി ഇസ് ദ സ്റ്റഡി ഓഫ് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്. കാർബൺ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സിൻ്റെ ഒരു സ്റ്റഡിയാണ് ഓർഗാനിക് കെമിസ്ട്രി. ഹിയർ വി സ്റ്റഡി മെയിൻലി ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ദർ ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ് മീൻസ് ദ കോമ്പൗണ്ട് ഒബ്റ്റെയിൻഡ് ബൈ റീപ്ലേസിങ് ദ ഹൈഡ്രജൻ ആറ്റം ഫ്രം ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബണിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് വേറെ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കിട്ടുന്ന കോമ്പൗണ്ടുകളെ ഹൈഡ്രോ കാർബണിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിട്ട് പറയും. Example for a hydrocarbon is ethane. Ethane contains 2 carbon atom and 6 hydrogen atom. Valency of carbon is 4. Carbon forms 3 bonds with hydrogen and 1 bond with neighboring carbon atom. Another example is ethanol. Ethanol is an organic compound obtained from hydrocarbon ethane. ഈഥെയിൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബണിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളതാണ് എത്തനോൾ. ഈഥെയിനിൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് വേറൊരു ഗ്രൂപ്പ് കാർബണായിട്ട് അറ്റാച്ച് ചെയ്യാണ്. ആ ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയും. ഹിയർ വി അറ്റാച്ച് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ദെൻ ദ നെയിം ഈസ് ethanol. Then what is a functional group? Functional group is an atom or a group of atoms joined to the carbon chain which is responsible for the characteristic chemical properties of the organic compound. നേരത്തെ കണ്ട എക്സാമ്പിളിൽ ഈഥെയിനിൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പായ ആൽക്കഹോള് OH ആഡ് ചെയ്തു. പിന്നെ ആ ഓർഗാനിക് കോമ്പൗണ്ട് എത്തനോൾ എന്ന് പറഞ്ഞ ഓർഗാനിക് കോമ്പൗണ്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസാണ് കാണിക്കുക. അപ്പോൾ അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് വി സ്റ്റഡി ഹോമോലോഗസ് സീരീസ്. എ ഗ്രൂപ്പ് ഓഫ് സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈച്ച് കണ്ടെയ്ൻ എ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഫോംസ് എ ഹോമോലോഗസ് സീരീസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഹോമോലോഗസ് സീരീസ് ആണ്. മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ. ആൽക്കെയിൻസ് ആണ്. ജനറൽ ഫോർമുലയാണ് CnH2n+2. In this series, the neighboring members differ by CH2 unit. നൈബറിംഗ് മെമ്പേഴ്സ് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു CH2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസ് ആണ്. ഹോമോലോഗസ് സീരീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ മെമ്പേഴ്സ് ഓഫ് ഹോമോലോഗസ് സീരീസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ജനറൽ മോളിക്കുലർ ഫോർമുല ആൻഡ് ദ സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ഫ്രം ഈച്ച് അതർ ഇൻ മോളിക്കുലർ ഫോർമുല ബൈ എ CH2 unit. Examples for hydrocarbons and organic compounds: alkanes, alkenes and alkynes. These three are hydrocarbons and functional group is attached to this hydrocarbon. We get haloalkanes, alkanols, alkanals, alkanones, alkanoic acid and amines. അപ്പോൾ ഇതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. അപ്പോൾ നമ്മളിനി ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കും. ഇപ്പോൾ ഹൈഡ്രോ കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പും കൂടി ആഡ് ചെയ്താൽ അതൊരു വേറൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് വി സ്റ്റഡി ദ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഇപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആ ഓർഗാനിക് കോമ്പൗണ്ട് നോമൻക്ലേച്ചറാണ് പറയുന്നത്. IUPAC സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ആണ് ഓർഗാനിക് കോമ്പൗണ്ട്. കോമൺ നെയിംസ് ഉണ്ട്, IUPAC നെയിംസ് ഉണ്ട്. IUPAC മീൻസ് International Union of Pure and Applied Chemistry. First we study straight chain hydrocarbon. Straight chain hydrocarbon എന്ന് വെച്ചാൽ കാർബൺ ചെയിൻ സ്ട്രെയിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് straight chain hydrocarbon. The name of such compounds are based on their chain structure and end with suffix ane. അപ്പോൾ ആ കോമ്പൗണ്ട്സിൻ്റെ നെയിം എന്ന് പറയുന്നത് ആ ചെയിനിൻ്റെ ലെങ്ത് അനുസരിച്ച് ചെയിനിലുള്ള കാർബണിൻ്റെ നമ്പർ അനുസരിച്ചാണ് നമ്മൾ നെയിമിങ് കൊടുക്കുന്നത്. പിന്നെ സഫിക്സ് ആയിട്ട് കാർബൺ ചെയിൻ്റെ നമ്പർ അനുസരിച്ച് വേർഡ് റൂട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സഫിക്സ് ആയിട്ട് അതായത് അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നതാണ് ANE, ENE, YNE. ANE എന്ന് പറയുന്നത് ആൽക്കെയിൻസിനാണ്. സിംഗിൾ ബോണ്ട് മാത്രമുള്ള മോളിക്യൂളിന് ANE കൊടുക്കും. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ENE,
ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YN. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കുന്നുണ്ട്. എക്സാമ്പിൾ ഫസ്റ്റ് കാർബൺ നമ്പർ 1 കാർബൺ ആയിട്ടുള്ള ആൽക്കീനാണ് മീഥെയ്ൻ. ഇപ്പോൾ മീഥെയ്ൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 കാർബൺ ആയിട്ടാണെങ്കിൽ അവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന വേർഡ് റൂട്ടാണ് മെത്ത്, METH. സഫിക്സ് ആയിട്ട് ആഡ് ചെയ്തതാണ് ANE. 2 കാർബൺ ഉണ്ടെങ്കിൽ വേർഡ് റൂട്ട് എത്ത്. 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്. അപ്പോൾ കാർബണിൻ്റെ നമ്പർ അനുസരിച്ച് നമ്മൾ വേർഡ് റൂട്ട് ഫിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സഫിക്സ് ആയിട്ട് ANE ആഡ് ചെയ്യുന്നു. ഈ ടേബിൾ എല്ലാവരും നോക്കാം. ഇത് ആൽക്കെയിൻസിൻ്റെ ടേബിളാണ്. 1 കാർബൺ ആയിട്ടാണെങ്കിൽ മെത്ത്, മീഥെയ്ൻ, 2 എത്ത്, ഈഥെയ്ൻ, 3 പ്രൊപ്പ്, പ്രൊപ്പെയിൻ, 4 ബ്യൂട്ട്, ബ്യൂട്ടെയിൻ, 5 പെൻറ്റ്, പെൻറ്റെയിൻ. ഇപ്പോൾ വേർഡ് റൂട്ടാണ് നമ്മൾ ആദ്യം പറയേണ്ടത്, പിന്നെയാണ് ANE ചേർക്കേണ്ടത്. കാർബണിൻ്റെ നമ്പർ നോക്കിയിട്ടാണ് വേർഡ് റൂട്ട് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ വേർഡ് റൂട്ട് എന്ന് പറയുന്നതാണ് ആദ്യം എഴുതുന്ന ലെറ്റേഴ്സ്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്. 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്റ്റ്, 9 ആണെങ്കിൽ നോൺ, 10 ആണെങ്കിൽ ഡെക്ക്. പിന്നെ കാർബൺ നമ്പർ 20 കാർബൺ നമ്പർ 30 കൊടുത്തിട്ടുണ്ട്. Next we study the branch chain hydrocarbons. In a branch chain compound, small chains of carbon atoms are attached at one or more carbon atom of the parent chain. ഇപ്പോൾ ബ്രാഞ്ച് ചെയിൻ ഹൈഡ്രോകാർബണിൽ ഒരു പാരൻറ്റ് ചെയിനും ഉണ്ടാവും. ആ പാരൻറ്റ് ചെയിൻമ അറ്റാച്ച് ചെയ്തിട്ട് സൈഡ് ചെയിൻസ് ഉണ്ടാവും. ദ സ്മോൾ കാർബൺ ചെയിൻ ഓർ ബ്രാഞ്ചസ് ആർ കോൾഡ് ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ അവിടെ ആ മെയിൻ ചെയിൻമ അറ്റാച്ച് ചെയ്തിട്ടുള്ള സൈഡ് ചെയിനെ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ്, കാർബണിൻ്റെ ചെയിൻസ് ആയിരിക്കും, അതിനെ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഒരു ബ്രാഞ്ച് ചെയിൻ ഹൈഡ്രോകാർബണിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ബ്രാഞ്ച് ചെയിൻ ഹൈഡ്രോകാർബൺ എന്ന് നമുക്ക് ഈ സ്ട്രക്ചർ നോക്കിയാൽ ക്ലിയർ ആവും. ഒരു സ്ട്രെയിറ്റ് ചെയിൻ ഉണ്ടാവും. ആ സ്ട്രെയിറ്റ് ചെയിൻ ഒരു സൈഡ് ചെയിൻ ഉണ്ടെങ്കിൽ പറയുന്നതാണ് ബ്രാഞ്ച് ചെയിൻ ഹൈഡ്രോകാർബൺ. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ നമുക്ക് സർട്ടൻ റൂൾസ് ഉണ്ട്. ആ റൂൾസിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നെയിമിങ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വെറുതെ വേർഡ് റൂട്ടും സഫിക്സും മാത്രം ആഡ് ചെയ്താൽ പോരാ, കാർബണ് നമ്പർ ചെയ്യണം. അപ്പോൾ നമ്പർ ചെയ്യാൻ വേണ്ട റൂൾസിനെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ച് ചെയിൻ ഹൈഡ്രോകാർബൺ പഠിക്കുന്നേക്കാൾ മുൻപായിട്ട് നമ്മൾ സൈഡ് ചെയിൻസിനെ കുറിച്ച് പഠിക്കണം. സൈഡ് ചെയിൻ എന്ന് പറയുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ നെയിംസ് എന്താണെന്ന് അറിയണം. An alkyl group is derived from saturated hydrocarbon by removing a hydrogen atom from one carbon. ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടുക എങ്ങനെയാണ്? ഇപ്പോൾ ഒരു മീഥെയ്ൻ എന്ന് പറഞ്ഞത് CH4 ആണ്. CH4ൽ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്താൽ അവിടെ ഒരു ഫ്രീ വാലൻസി ഇടും. ആ ഫ്രീ വാലൻസി ഉള്ള CH3 ഗ്രൂപ്പിനെ പറയാം മീഥൈൽ ഗ്രൂപ്പ് എന്നാണ്, അല്ലെങ്കിൽ മെത്തിൽ ഗ്രൂപ്പ് എന്ന് പറയും. കാരണം കാർബണിൻ്റെ വാലൻസി 4 ആണ്. അപ്പോൾ 3 ബോൺസ് അവിടെ ഫോം ചെയ്തിട്ടുള്ള ഒരു ബോണ്ട് അവിടെ വേക്കൻ്റ് ആണ്. അതാണ് ആ ഫ്രീ വാലൻസി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെത്തിൽ ഗ്രൂപ്പ്. അപ്പോൾ മീഥെയിനിന് ANE റീപ്ലേസ് ചെയ്ത് YL സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൽക്കൈൽ ഗ്രൂപ്പായി. 2 കാർബൺ ഉണ്ടെങ്കിൽ എത്തിൽ ഗ്രൂപ്പ്, ഈഥൈൽ. 3 ആണെങ്കിൽ പ്രൊപ്പൈൽ. അപ്പോൾ അതിൻ്റെ ടേബിൾ ഒന്ന് നോക്കാം. ആൽക്കൈൽ ഗ്രൂപ്പ്സിൻ്റെ ടേബിളാണ്. ഫസ്റ്റ് മോളിക്കുലർ ഫോർമുല മീഥെയിൻ, നെയിം ഓഫ് ആൽക്കെയിൻ ഈസ് മീഥെയിൻ. ദെൻ മീഥെയിനിൽ ഒരു ഹൈഡ്രജനെ അവിടെ റിമൂവ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു ഫ്രീ വാലൻസി കാർബൺമോ വന്നു. അപ്പോൾ CH3 എന്ന് എഴുതും. അതിനെയാണ് മീഥൈൽ. അതുപോലെ C2H6 നിന്ന് ഒരു ഹൈഡ്രജൻ പോയാൽ C2H5 ആയി. ആ C2H5ഉം ഒരു ഫ്രീ വാലൻസി ഉണ്ടെങ്കിൽ ഈഥൈൽ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ബ്രാഞ്ചസ് ആയിട്ട് വരാം. പ്രൊപ്പെയിൻ C3H8, അതിൽ നിന്ന് ഒരു ഹൈഡ്രജന് പോയാൽ അവിടെ പ്രൊപ്പൈൽ ഗ്രൂപ്പ് കിട്ടും. C4H10, അപ്പോൾ അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയാൽ C4H9 ആവും. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ പോയ കാർബണിന് ഒരു ഫ്രീ വാലൻസി കൊടുക്കണം. കാരണം ആ കാർബണിൻ്റെ 4 വാലൻസി അവിടെ സാറ്റിസ്ഫൈഡ് അല്ല. ആ ഗ്രൂപ്പ് 4 കാർബൺ ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ് ബ്യൂട്ടൈൽ. നെക്സ്റ്റ് 10 കാർബൺ ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ് ഡെക്കൈൽ. നെക്സ്റ്റ് ദ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ക്യാൻ ബി ബ്രാഞ്ച്ഡ്. എപ്പോഴും ആൽക്കൈൽ ഗ്രൂപ്പ് സ്ട്രെയിറ്റ് ചെയിൻ തന്നെ വേണമെന്നില്ല, ബ്രാഞ്ച്ഡും വരാം. CH3 CH2 CH2 ഫ്രീ വാലൻസ്. 3 കാർബൺ ആയിട്ടുള്ള ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് പ്രൊപ്പൈൽ. സ്ട്രെയിറ്റ് ചെയിൻ ആണെങ്കിൽ നോർമൽ പ്രൊപ്പൈൽ എന്ന് പറയും. N ഇട്ടിട്ട് പ്രൊപ്പൈൽ എന്ന് കൊടുക്കുക, ഹൈപ്പൺ ഇട്ട്. ഇനി നെക്സ്റ്റ് കോമ്പൗണ്ടും ഒരു ആൽക്കൈൽ ചെയിൻ തന്നെയാണ്, അതും ബ്രാഞ്ച് ചെയിൻ ആയിട്ട് വരാം. അപ്പോൾ അവിടെ ഫ്രീ വാലൻസി ഇട്ടാൽ
ആ കാർബണാണ് നമ്മുടെ പാരൻറ്റ് ചെയിൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ചെയിനായിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇത് ബ്രാഞ്ച് ആയിട്ട് നിൽക്കുമ്പോൾ ഇവിടെ 3 കാർബൺ ഉണ്ട്, പക്ഷേ സെക്കൻഡ് കാർബൺമ വീണ്ടും ഒരു സൈഡ് ചെയിൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് സെക്കൻഡ് കാർബൺമ സൈഡ് ചെയിൻ വന്നാൽ അതിൻ്റെ നെയിമാണ് ഐസോ. ഐസോ എന്ന് എഴുതിയിട്ട് വേണം. നമ്മൾ ടോട്ടൽ നമ്പർ കാർബൺ പ്രൊപ്പൈൽ തന്നെയാണ്, പക്ഷേ സെക്കൻഡ് കാർബൺ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതുന്നതിന് പകരം അതൊരു സൈഡ് ചെയിൻ ആയിട്ട് മാറി. ഇപ്പോൾ ഫ്രീ വാലൻസി ഫസ്റ്റ് കാർബണിന് പകരം സെക്കൻഡ് കാർബൺമ വന്നു, അപ്പോൾ അത് ഐസോ പ്രൊപ്പൈൽ എന്ന് പറയും. നെക്സ്റ്റ് വി സ്റ്റഡി ദ റൂൾസ് ഫോർ നെയിമിങ് ദ ബ്രാഞ്ച് ചെയിൻ ആൽക്കെയിൻ. ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിന് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. കാർബണിൻ്റെ നമ്പർ നോക്കുക, സഫിക്സ് ആഡ് ചെയ്യുക. ബ്രാഞ്ച് ചെയിൻ ആൽക്കെയിൻസിൻ്റെ നോമൻക്ലേച്ചറിൽ റൂൾസ് ഉണ്ട്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വി സെലക്ട് ദ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഇൻ ദ മോളിക്യൂൾ. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടിലെ ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള കാർബൺ ചെയിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കാം. തന്നിട്ടുള്ള കാർബൺ ആറ്റാണത്. അപ്പോൾ അതിലെ ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യാണ്. അപ്പോൾ അത് സ്ട്രെയിറ്റ് തന്നെ ആവണമെന്നില്ല, പക്ഷെ കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ 1 2 3 4 5 6 7 8 9 അങ്ങനെയാണ് നമ്മൾ കാർബൺ ചെയിനെ നമ്പർ കൊടുത്തത്. അപ്പോൾ അത് പാരൻറ്റ് ചെയിനായിട്ട് എടുക്കാം. സെക്കൻഡ് കാർബണിലും 6 കാർബണിലും ബ്രാഞ്ചസ് ഉണ്ട്, ഒന്ന് മീഥൈൽ ഒന്ന് ഈഥൈൽ. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. അവിടെ നമ്മൾ ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ ഇങ്ങനെയും നമ്പർ ചെയ്യാം, 1 2 3 4 5 6 7 8. അപ്പോൾ അങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ ആദ്യത്തെയാണ്, 9 കാർബണാറ്റം ഉണ്ട്. രണ്ടാമത്തെ കേസിൽ 8 കാർബണാറ്റം വരുന്നുള്ളൂ. ഫസ്റ്റ് നമ്പറിങ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. അപ്പോൾ അത് അതിൽ സെക്കൻഡ് കാർബണിലും 6th കാർബണിലും സൈഡ് ചെയിൻ ഉണ്ട്. അങ്ങനെ വേണം നമ്മൾ നമ്പർ ചെയ്യുക. അപ്പോൾ നമ്മൾ പല രീതിയിൽ നമ്പർ ചെയ്ത് കൊടുക്കണം, എന്നിട്ട് അതിൽ ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. സെക്കൻഡ് റൂൾ ഈസ് ദ നമ്പറിങ് ഈസ് ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ബ്രാഞ്ച്ഡ് കാർബൺ ആറ്റം ഗെറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ നമ്പേഴ്സ്. നമ്പറിങ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സൈഡ് ചെയിൻ ഉള്ള കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്പർ ചെയ്യാൻ. ഇവിടെ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് 2 രീതിയിൽ നമ്പർ ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ചെയിൻ തന്നെ, 9 കാർബണാറ്റുള്ള സ്ട്രെയിറ്റ് ചെയിൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 1 2 9 ലെഫ്റ്റിൽ നിന്ന് നമ്പർ ചെയ്യാം, റൈറ്റിൽ നിന്നും നമ്പർ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ സൈഡ് ചെയിൻ സെക്കൻഡ് പൊസിഷനിലും 6th പൊസിഷനിലാണ് വരുന്നത്. 2 + 6 എന്ന് പറഞ്ഞാൽ 8. നമ്മൾ ആ സൈഡ് ചെയിൻ്റെ കാർബണിൻ്റെ നമ്പർ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 8 എന്നാണ് കിട്ടുന്നത്. ഈ സെക്കൻഡ് എക്സാമ്പിളിൽ സൈഡ് ചെയിൻ വരുന്നത് 4th കാർബണിലും 8th കാർബണിലാണ്. അപ്പോൾ അവിടെ നമ്മൾ കാർബൺ നമ്പർ ആഡ് ചെയ്യുമ്പോൾ 8 + 4 12 കിട്ടും. അപ്പോൾ ഒരു ലോവസ്റ്റ് സം റൂൾ ഉണ്ട്. അപ്പോൾ സൈഡ് ചെയിനുകൾക്ക് എപ്പോഴും ലോവസ്റ്റ് സം കിട്ടണം. ആ രീതിയിൽ വേണം നമ്പറിങ് നടത്താൻ. അപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോഴാണ് ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്. അതായത് സൈഡ് ചെയിൻ 2 സെക്കൻഡ് കാർബണിലും 6 കാർബണിലുമാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് നമ്പറിങ് ആണ് കറക്റ്റ്. ഇനി നമ്മൾ സൈഡ് ചെയിന് നമ്പറിങ് കൊടുത്തു. സൈഡ് ചെയിൻ്റെ നെയിം നമുക്കറിയാം, മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ, അങ്ങനെ ഏതെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പുകളാണ് സൈഡ് ചെയിനായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി സൈഡ് ചെയിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കാം നോമൻക്ലേച്ചറിൽ. അപ്പോൾ പാരൻറ്റ് ചെയിന് ബേസ് ചെയ്തിട്ട് നമ്മൾ വേർഡ് റൂട്ടും സഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 കാർബണാറ്റ് ആണെങ്കിൽ നെക്സ്റ്റ് റൂൾ നമ്പർ 3, ദ നെയിംസ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് attached as a branch are then prefixed to the name of the parent alkane. ഇപ്പോൾ ബ്രാഞ്ചിൻ്റെ കാർബണിൻ്റെ നമ്പർ നമ്മൾ മനസ്സിലാക്കി, നമ്പറിങ് നടത്തി. ഇനി അത് പാരൻ്റ് ആൽക്കൈന് പ്രിഫിക്സ് ആയിട്ടാണ് സൈഡ് ചെയിൻ്റെ നെയിം കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് പൊസിഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ അപ്രോപ്രിയേറ്റ് നമ്പർ. ഇപ്പോൾ മീഥൈൽ, ഈഥൈൽ നിന്ന് വെറുതെ കൊടുത്താൽ പോരാ, അത് ഏത് കാർബണിലാണ് ആ നമ്പറും കൂടി കൊടുക്കണം. അപ്പോൾ സെക്കൻഡ് കാർബണിലാണെങ്കിൽ 2 മീഥൈൽ, 6th കാർബണിലാണെങ്കിൽ 6 മീഥൈൽ. അപ്പോൾ ആ നമ്പർ പ്രിഫിക്സ് ആയിട്ട് പാരൻ്റ് ചെയിൻ്റെ നമ്പർ എഴുതുന്നതിനേക്കാളും മുൻപായിട്ടാണ് സൈഡ് ചെയിൻ്റെ നമ്പർ എഴുതാം. Fourth point, if 2 or more identical substituent groups are present, then the numbers are separated by commas. ഇപ്പോൾ ഓരോ പാരൻറ്റ് ചെയിനിൽ തന്നെ 2 മീഥൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ 3 ഈഥൈൽ ഗ്രൂപ്പ് ഒരേപോലത്തെ സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടെങ്കിൽ
നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് അവരുടെ നെയിം പറയില്ല. സെക്കൻഡ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെന്നേക്ക്. അപ്പോൾ നമ്മൾ 2, 3 ഡൈമീഥൈൽ അങ്ങനെയാണ് പറയുക. അല്ലെങ്കിൽ 3 ആണെങ്കിൽ ട്രൈമീഥൈൽ, 4 ആണെങ്കിൽ ടെട്രാമീഥൈൽ. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സെയിം വേർഡ് റിപ്പീറ്റ് ചെയ്ത് പറയില്ല. എത്ര എണ്ണം ഉണ്ടെങ്കിൽ അത് ഡൈ, ട്രൈ, ടെട്ര ഇങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യും. പിന്നെ അതിൻ്റെ പൊസിഷൻ നമ്മൾ 1 അല്ലെങ്കിൽ 2 നമ്പേഴ്സിൻ്റെ ഇടയിൽ എപ്പോഴും കോമാസ് ഇടണം. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. 5th റൂളിൽ പറയുന്നത് ഇഫ് ദ 2 സബ്സ്റ്റിറ്റ്യൂവൻസ് ആർ ഫൗണ്ട് in equivalent position, the lower number is given to one coming first in the alphabetical list. അപ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നമ്മൾ നമ്പർ ചെയ്യും. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ ഇപ്പോൾ തേർഡ് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ടെന്ന് നോക്കി. അതുപോലെ റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്യുമ്പോഴും ഉണ്ട്. അപ്പോൾ 2 സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഡിഫറെൻ്റ് ആണ്. ഒന്ന് മീഥൈൽ ഒന്ന് ഈഥൈലാണെങ്കിൽ നിങ്ങൾ ആൽഫബറ്റിക് ഓർഡർ നോക്കുക. അപ്പോൾ ഈഥൈലാണ് മീഥൈലിനേക്കാളും മുൻപ് വരുന്നത് ലെറ്റർ. അപ്പോൾ ഈഥൈലിന് ലോവർ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്മൾ നമ്പറിങ് നടത്തണം. അപ്പോൾ ഏത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്പർ ചെയ്യുമ്പോൾ ലോവർ നമ്പർ കിട്ടുന്നെങ്കിൽ അങ്ങനെ നമ്പർ ചെയ്യണം. അപ്പോൾ അതാണ് ഇപ്പോൾ 5th റൂളിൽ പറയുന്നത്. 2 സബ്സ്റ്റിറ്റ്യൂവൻസ് ആർ ഫൗണ്ട് ഇൻ ഇക്വാലന്റ് പൊസിഷൻ, ദെൻ ലോവർ നമ്പർ ഈസ് ഗിവൺ ടു വൺ കമ്മിങ് ഫസ്റ്റ് ഇൻ ദ ആൽഫബറ്റിക് ലിസ്റ്റ്. തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ പാരൻറ്റ് ചെയിൻ എന്ന് പറയുന്നത് 8 കാർബൺ ആറ്റമുള്ള ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ ആണ്. അപ്പോൾ 8 കാർബൺ ആറ്റം വരുമ്പോൾ ഒക്റ്റ് എന്നുള്ള വേർഡ് റൂട്ടാണ് യൂസ് ചെയ്യുക. സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ANE സഫിക്സ് ആയിട്ട് ആഡ് ചെയ്യണം. പാരൻറ്റ് ആൽക്കെയിൻ ഒക്റ്റെയിൻ ആണ്. ഇനി സൈഡ് ചെയിനുകളെ പ്രിഫിക്സ് ആയിട്ട് ആഡ് ചെയ്യണം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ 1, 2, 3. തേർഡ് പൊസിഷനിൽ ഒരു ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റും 6th പൊസിഷനിൽ ഒരു മീഥൈൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റും ഉണ്ട്. ഇതന്നെ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്താലും 3rd-ഉം 6th പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്നത്. പക്ഷേ ആൽഫബറ്റിക് ലിസ്റ്റിൽ ആദ്യം വരുന്ന ആൾക്ക് ലോവർ നമ്പർ കിട്ടണം. അപ്പോൾ ഈഥൈലിനാണ് മീഥൈലിനും ഫസ്റ്റ് വരാം. അപ്പോൾ ഈഥൈലിന് ലോവർ നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്പറിങ് ചെയ്യാൻ. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വേണം നമ്പറിങ് ചെയ്യാൻ. നമ്മളങ്ങനെ നമ്പറിങ് ചെയ്തപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ നെയിം നോക്കാം. പാരൻറ്റ് ചെയിൻ്റെ നെയിം ഒക്റ്റെയിൻ, 2 സൈഡ് ചെയിൻ ഈഥൈലുണ്ട് മീഥൈലുണ്ട്. അപ്പോൾ അത് പ്രിഫിക്സ് ആയിട്ട് ആഡ് ചെയ്യണം. ഈഥൈലിൻ്റെ പൊസിഷൻ 3rd കാർബൺ, മീഥൈൽ 6th കാർബൺ. ആൽഫബറ്റിക് ഓർഡറിലാണ് നമ്മൾ നമ്പറിങ് നടത്തിയിരിക്കുന്നത്. എഴുതുമ്പോഴും ആൽഫബറ്റിക് ഓർഡറിൽ എഴുതാം. അപ്പോൾ 3 ഈഥൈൽ, 6 മീഥൈൽ, ഒക്റ്റെയിൻ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ A. ഇവിടെ ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ എന്ന് പറയുന്നത് 8 കാർബൺ ആറ്റുള്ള പാരൻറ്റ് ചെയിനാണ്. അതുകൊണ്ട് ഒക്റ്റെയിൻ വേർഡ് റൂട്ടും ഒക്റ്റാണ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE ചേർത്തു ഒക്റ്റെയിൻ. ഇനി സൈഡ് ചെയിൻസ് നോക്കാം. 3 മീഥൈൽ ഗ്രൂപ്പ്സ് ആണ് സൈഡ് ചെയിൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെ നമ്പറിങ് നടത്തുമ്പോൾ എപ്പോഴും ബ്രാഞ്ചസിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുകയാണെങ്കിൽ 2, 5, 6 പൊസിഷനിലാണ് ബ്രാഞ്ചസ് വരുന്നത്. റൈറ്റിൽ നിന്നാണ് നമ്പർ ചെയ്താൽ 3, 4, 7 പൊസിഷനാവും. അപ്പോൾ നമുക്ക് സം ചെയ്യുമ്പോൾ എപ്പോഴും ലോവസ്റ്റ് ആൻസർ ആണ് കിട്ടേണ്ടത്. അപ്പോൾ 2 + 5 + 6 അത് ചെയ്യുമ്പോഴാണ് ലോവസ്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വേണം സം ചെയ്യാൻ. അതിനെയാണ് ലോവസ്റ്റ് സം റൂൾ എന്ന് പറയും. സെയിം ടൈപ്പ് ഓഫ് ബ്രാഞ്ചസ് ആണുള്ളത്. മീഥൈൽ തന്നെയാണ് എല്ലാതും. അപ്പോൾ നമ്മൾ 2, 5, 6 2,5,6 ട്രൈമീഥൈൽ ഒക്റ്റെയിൻ. അപ്പോൾ 3 വരുമ്പോൾ ട്രൈ എന്നുള്ളതാണ് പ്രിഫിക്സ് ആയിട്ട് ചേർക്കേണ്ടത്. അപ്പോൾ മീഥൈൽ 3 ടൈംസ് നമ്മൾ എഴുതണമെന്നില്ല. അതിന് പകരം ട്രൈമീഥൈൽ ഒക്റ്റെയിൻ. പിന്നെ അതിൻ്റെ പൊസിഷൻ പ്രിഫിക്സ് ആയിട്ട് കൊടുക്കാം. മോർ ദാൻ 1 സൈഡ് ചെയിൻ ഉള്ളത് കൊണ്ടാണ് 2,5,6 അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഈ സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. ഇവിടെ പാരൻറ്റ് ചെയിൻ എന്ന് പറയുന്നത് 7 കാർബൺ ആറ്റുള്ള ചെയിനാണ്. അതുകൊണ്ട് വേർഡ് റൂട്ട് ഹെപ്റ്റ് എന്ന് പറയും, സഫിക്സ് ANE ഹെപ്റ്റെയിൻ. ഇനി നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുക. അപ്പോൾ 1, 2, 3 തേർഡ് പൊസിഷനിൽ ഒരു ഈഥൈൽ ഗ്രൂപ്പും 5th പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുമ്പോൾ ഈഥൈലാണ് മീഥൈലിനേക്കാളും ആദ്യം എഴുതേണ്ടത്.
ഇപ്പോൾ നമ്പറിങ് നെയിം എഴുതുമ്പോൾ 3 ഈതൈൽ 5 മീതൈൽ ഹെപ്റ്റെയിൻ. ഇനി നമ്മൾ റൈറ്റിൽ നിന്നാണ് നമ്പർ എഴുതുകയെന്ന് വെച്ചാൽ അവിടെയും 5th പൊസിഷനിൽ ഈതൈലും 3rd പൊസിഷനിൽ മീതൈലും ആണ് വരാം. പക്ഷേ ആൽഫബറ്റിക് ഓർഡറിൽ ലോവസ്റ്റ് നമ്പറുള്ള സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് നമ്പറിങ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഈതൈലിന് 3ഉം മീതൈലിന് 5ഉം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് നെയിമിങ് 3 ഈതൈൽ 5 മീതൈൽ ഹെപ്റ്റെയിൻ.